അന്ന് ആ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം സ്വന്തം വീടിൻ്റെ പണയം പാർട്ടിക്ക് അധികാരം പിടിച്ചെടുക്കൽ, അത് തന്നെ പൊളിറ്റിക്കലി എത്രമാത്രം ശരിയാണെന്നുള്ളതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണസമിതി അട്ടിമറിക്കാൻ BJPയുടെ ഒരു പ്രസിഡന്റിന് 10 ലക്ഷം രൂപ കൊടുത്ത് ഭരണസമിതി അട്ടിമറിക്കാൻ നടത്തിയ നീക്കം, അതുമായി ബന്ധപ്പെട്ട സെറ്റിൽമെൻറ്റിന് വേണ്ടി NM വിജയൻ്റെ വീടും പറമ്പും പണയം വെച്ചെടുത്ത തുക 32 ലക്ഷം, അത് പലിശയും കൂട്ടുപലിശയും ചേർന്ന് 65 ലക്ഷം രൂപയാകുമ്പോൾ അന്ന് NM വിജയനെ കൊണ്ട് ആ പണമെടിപ്പിച്ച ഒരാളും അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ലെന്ന് മാത്രവുമല്ല, ഇത് കുടുംബത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണെന്ന് പറയുന്നു, പത്മജിക്ക് വേണ്ടിയാണെന്ന് പറയുന്നു, മക്കൾക്ക് വേണ്ടിയാണെന്ന് പറയുന്നു, ഭാര്യയുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണെന്ന് പറയുന്നു. അതിന് എനിക്ക് തോന്നുന്നു ഓവർസീസ് ബാങ്കിലോ മറ്റോ ഇന്ത്യൻ ബാങ്കിലോ മറ്റോ ഒരു ഓവർ ഡ്രാഫ്റ്റ് എടുത്തിട്ടുണ്ട്. അത് ഭാര്യയുടെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ളതാണ്. അത് പത്മജിക്ക് നമ്മുടെ മുന്നിൽ ചർച്ചയിൽ വന്ന് പറയേണ്ടി വരുന്നു. അങ്ങനൊരു സാഹചര്യം കൂടി ഉണ്ടാക്കി. അപ്പോൾ ഒരു വിശ്വാസ വഞ്ചന യഥാർത്ഥത്തിൽ ഈ DCC ട്രഷറോട് നേതൃത്വം കാട്ടി എന്നുള്ളത് വ്യക്തമാണ്. 2, ഈ ചെക്കുകളെല്ലാം പാവം DCC ട്രഷറാണ് എഴുതിയപ്പെട്ട് കൊടുക്കുന്നത്. ചാക്കോയ്ക്കാണെങ്കിലും ശരി, ബാക്കിയുള്ള ആളുകൾക്ക് ഐസക് താമരച്ചാലിലാണെങ്കിലും ശരി കൊടുക്കുന്നത്. അപ്പോൾ ഈ ചെക്കുകളെല്ലാം കൊടുക്കുമ്പോൾ ഒരു ഉറപ്പെന്ന് പറയുന്നത് പണം കിട്ടുന്ന അവസരത്തിൽ, നിയമനം കിട്ടുന്ന അവസരത്തിൽ പണം കിട്ടുന്ന അവസരത്തിൽ അത് തിരിച്ചു കൊടുക്കാം എന്നുള്ളതായിരുന്നു. പക്ഷെ അതൊന്നും നടക്കാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവിടെയാണ് ഈ വലിയ രീതിയിലുള്ള ഒരു പണമിടപാടുമായി ബന്ധപ്പെട്ട വിശ്വാസവഞ്ചനയുടെ കഥ കൂടി ഉണ്ടാവുന്നത്.